നൂറ്റാണ്ടുകളോളം തുറന്നു പ്രവർത്തിക്കുന്ന ഒരു ഭക്ഷണശാല. ആ ഭക്ഷണശാലയ്ക്ക് അടവുകളില്ല, അവധിയുമില്ല. അതിന് ഏതാഘോഷമാണെങ്കിലും എന്ത് വലിയ ഫെസ്റ്റിവലാണെങ്കിലും അവധിയില്ലാതെ തുറന്നു പ്രവർത്തിക്കുന്ന ഒരു ഭക്ഷണശാല. ആ ഭക്ഷണശാലയ്ക്ക് കാവലായി ഒരു ജീവനുണ്ട്. അതിനെ ആശ്രയിച്ച് കഴിയുന്ന ഒരുപാട് ജീവിതങ്ങൾ. മറ്റാരുമല്ല, എൻ്റെയും നിങ്ങളുടെയൊക്കെ ഉമ്മമാരും അമ്മമാരുമാണ്. എത്രയൊക്കെ ആട്ടിയെന്ന് പറഞ്ഞാലും, എത്രയൊക്കെ ശകാരിച്ചു എന്ന് പറഞ്ഞാലും, വീണ്ടും വീണ്ടും ഭർത്താവിൻ്റെ പിന്നാലെ, അതായത് നമ്മുടെയൊക്കെ ഉപ്പയുടെ പിന്നാലെ അല്ലെങ്കിൽ അച്ഛൻ്റെ പിന്നാലെ പോയി വീണ്ടും അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ ഒരുപക്ഷെ തല്ലിയാൽ പോലും അദ്ദേഹത്തിന് പിന്നാലെ പോയി ആ സ്നേഹം പങ്കിടുന്ന ഒരമ്മ. ആ അമ്മമാരെ ഒരുപക്ഷെ നമ്മൾക്ക് വേണ്ട എന്ന് വെച്ചാൽ അനാഥാലയങ്ങളിൽ കൊണ്ട് തള്ളുന്ന ഒരു അവസ്ഥ. ഞാനിന്ന് കണ്ടൊരു ചാനലിലെ ഒരു ചർച്ചയിൽ കണ്ടൊരു കാര്യമാണ്. ഏതോ ഒരു അനാഥാലയത്തിലെ ഒരമ്മ, ഞാൻ ഒരുപാട് പഠിപ്പിച്ചു എൻ്റെ മക്കളെ, അവരെല്ലാം വലിയ നിലയിലാക്കി. നില എന്ന് പറയുമ്പോൾ വീടിൻ്റെ 2ാം നിലയോ 3ാം നിലയോ അല്ല. ഡോക്ടറും വക്കീലും എൻജിനീയറും അതേപോലെ പല തട്ടിൽ അവരെ ഞാൻ പച്ച പിടിപ്പിച്ചു. അവർക്കെന്നെ ഒരു ഭാരമാണ് എന്ന് തോന്നിയപ്പോൾ ആ അമ്മ തന്നെ വീടിന് വെളിയിലിറങ്ങി. അപ്പോൾ ആ മകൻ അമ്മയോട് പറഞ്ഞു, അമ്മ എവിടേക്കാണ് പോകുന്നത്, ഞാൻ അവിടേക്ക് ആക്കിത്തരാം. അമ്മ മോനോട് പറഞ്ഞു, ഒരുപക്ഷെ അമ്മ വിചാരിച്ചു കാണും മോൻ തിരിച്ച് വീട്ടിലേക്ക് കയറ്റി കൊണ്ടുപോകും. പക്ഷെ ആ മകൻ സമ്മതത്തോടെ അമ്മയെ കൂട്ടി അനാഥാലയത്തിൽ കൊണ്ടാക്കി തിരിച്ചു വന്നു. നേരെ തിരിച്ചും കഥകളുണ്ട്. മരണം വരെ പൊന്നുപോലെ നോക്കുന്ന മക്കളുണ്ട്, ഇല്ല എന്നല്ല. ആ അടുക്കളയ്ക്ക് കാവലായ മാതാവ്, ആ മാതാവ് വെച്ച് വളർത്തുന്ന തൈ എന്ന് പറയുന്ന വൃക്ഷങ്ങൾ, നമ്മളെപ്പോലെയുള്ള മക്കൾ, അവർക്കുണ്ടാകുന്ന മക്കൾ, ആ മക്കൾ ഒരു പക്ഷേ നമ്മളെ കൊണ്ട് കളയുമ്പോഴായിരിക്കും നമ്മളുടെ മാതാവിൻ്റെ വില നമ്മൾ മനസ്സിലാക്കുന്നത്. പലചരക്ക് സാധനങ്ങൾ വാങ്ങിച്ച കവറുകൾ കച്ചറക്കളയുന്ന പോലെ കഴിച്ചതിൻ്റെ ബാക്കി ഭക്ഷണം കച്ചറയിൽ കളയുന്ന പോലെ ഒരിക്കലും അവരെ നിങ്ങൾ കളയാൻ നിൽക്കരുത്. അവരും ജീവിച്ചോട്ടെ, നമ്മുടെ കൂടെ കൊണ്ടു നടന്നതല്ലേ. നമ്മുടെ മലമൂത്ര വിസർജനങ്ങൾ അവരുടെ കൈ കൊണ്ട് വാരിയതല്ലേ. അവർക്ക് നേരെ നീ കൈ ചൂണ്ടുമ്പോൾ പോലും നീ ഒന്ന് തിരിഞ്ഞു ചിന്തിക്കണം. നിൻ്റെ ചെറുപ്പകാലം, നിൻ്റെ കുട്ടിക്കാലം, ഓർമ്മ വെച്ച കാലം മുതൽ നിന്നെ കൊണ്ടു നടന്ന് വളർത്തിയ നിൻ്റെ അമ്മയെയും നിൻ്റെ അച്ഛനെയും നീ ഒരു വട്ടി ആലോചിക്കുക. ആ ഉമ്മ ഉപ്പ ഇല്ലായിരുന്നുവെങ്കിൽ നമ്മളില്ല, നമ്മൾ വെറും ചോദ്യചിഹ്നം മാത്രമാണ്. നാളെ നമ്മുടെ മക്കൾ എന്താണ്, ഈ കാലഘട്ടത്തിൽ ഏത് രീതിയിലാണ് മക്കൾ പോകുന്നതെന്ന് നമുക്ക് നല്ല രീതിയിൽ അറിയാം. അതുകൊണ്ട് നമ്മുടെ മാതാപിതാക്കളെ മരണം വരെ, മരിക്കുന്നെങ്കിൽ ഈ കയ്യിൽ കിടന്ന് മരിക്കട്ടെ എന്ന് കരുതാം. ഇനിയും കേരളത്തിലല്ലെങ്കിൽ നമ്മുടെ അയൽ സംസ്ഥാനത്ത് പോലും അനാഥാലയങ്ങൾ കൂടാതിരിക്കട്ടെ. ഓരോ അമ്മമാരും സ്വന്തം മക്കളുടെ ചൂടിൽ, സ്വന്തം മക്കളുടെ തണലിൽ ഉറങ്ങട്ടെ.